എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു അടിപൊളി കോക്കനട്ട് മിൽക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ ഹെൽത്തിയാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലൊക്കെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ വേറെ പുഡിങ്ങുകളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിലൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണിത്. കോക്കനട്ട് മിൽക്ക്, ഇതിന് വേറെ ഫ്ലേവറൊന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ കോക്കനട്ട് മിൽക്കാണ് നമ്മൾ അതിനായിട്ട് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസി പുഡിങ്ങായ കോക്കനട്ട് മിൽക്ക് പുഡിങ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമുക്ക് 10 ഗ്രാം ചൈന ഗ്രാസ് ആവശ്യമുണ്ട്. അപ്പോൾ ചൈന ഗ്രാസ് ഞാൻ മുന്നേ കാണിച്ചിരുന്നില്ല. അപ്പോൾ ഇതാണ് ചൈന ഗ്രാസ്. ഞാൻ ബേക്കേഴ്സിൻ്റെ പാക്കാണ് ഞാൻ വാങ്ങിക്കാറ്. അപ്പോൾ ഇത് 10 ഗ്രാമാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ജെലാറ്റിനാണ്. പലരും അലോവേരയുടെ കമൻറ്റിൽ പറയുന്നു ജെലാറ്റിനെ പറ്റി അറിയില്ല എന്ന്. ഇതാണ് ജെലാറ്റിൻ. ഞാനും അതും അത് ബേക്കേഴ്സിൻ്റെ പാക്കാണ് വാങ്ങിക്കാറ്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കോക്കനട്ട് മിൽക്ക് പുഡിങ്ങിലേക്ക് നമുക്ക് 10 ഗ്രാം ചൈന ഗ്രാസാണ് ആവശ്യം. അത് ഞാൻ 10-15 മിനിറ്റ് മുന്നേ തന്നെ വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടിരിക്കുന്നതാണിത്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമാണ് നന്നായിട്ട് കുതിർന്ന് നമുക്ക് അടുപ്പം വെച്ച് വേവിക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. പിന്നെ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഒരു 1/2 ലിറ്റർ പാലാണ്. 1/2 ലിറ്റർ പാലിലേക്ക് നമുക്ക് പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് ആഡ് ചെയ്യണത്. അത് ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും, അത്രയേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അതില്ലാത്തവർക്ക് പഞ്ചസാര ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടൻസ്ഡ് മിൽക്ക് പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ അടുപ്പിൽ വെച്ചിട്ട് തിളപ്പിക്കാൻ പാടുള്ളൂ. നമുക്ക് ഒരു അടുപ്പിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത പാലും മറ്റേ അടുപ്പിൽ ചൈന ഗ്രാസും ഒരേ സമയം തന്നെ നമ്മൾ തിളപ്പിച്ചെടുക്കേണ്ടതാണ്. കാരണം ഇത് മിക്സ് ചെയ്യണ സമയത്ത് രണ്ടിനും ഒരേ ചൂടും ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പാല് പിരിഞ്ഞു പോകും. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് രണ്ടും അടുപ്പിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ചൈന ഗ്രാസ് തിളച്ച് കറക്റ്റാക്കി കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ പാൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. പാലും ഇത് തിളച്ച് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടെ മിക്സ് ചെയ്യാണ് വേണ്ടത്. നമ്മളിത് മിക്സ് ചെയ്യണ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, രണ്ടിനും ഒരേ ചൂടായിരിക്കണം, അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോവും. അപ്പോൾ നമുക്കിനി പാലിലേക്ക് ചൈന ഗ്രാസിൻ്റെ മിക്സ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് സ്വല്പം നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു സ്വല്പം ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തേങ്ങാപ്പാൽ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് പാലിന് 1 കപ്പ് കട്ടി തേങ്ങാപ്പാലാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ വേറെ ഫ്ലേവറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവറാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ കൊടുക്കുക. ഇനി നമുക്ക് സ്വല്പം നേരം ഇളക്കി ചൂടാക്കിയതിന് ശേഷം നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ഒരു ബൗളിലേക്ക് ഞാൻ സ്വല്പം നാളികേര കൊത്ത് ആഡ് ചെയ്തിട്ടാണ് ഇത് ആഡ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് അതിൽ നാളികേരം കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾക്ക് അതിൽ മാറ്റങ്ങളൊക്കെ വരുത്താം. നമ്മളതിങ്ങനെ 3 പാത്രത്തിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി സ്വല്പം നേരം നമ്മളത് തണുക്കാനായിട്ട് വെക്കണം. അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2-3 മണിക്കൂറിന് ശേഷം നമുക്ക് എടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. 3 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചതാണിത്. ഇത് സെറ്റായിട്ടുണ്ട്, കറക്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ബൗളിൽ നിന്ന് ഇത് പുറത്തെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് മിൽക്ക് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ദയവായി ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.